നമസ്കാരം. നല്ല തേൻ വരിക്കയുടെ കൊതിപ്പിക്കുന്ന മധുരം ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല അല്ലെ? നല്ല പഴുത്ത ചക്കപ്പഴത്തിന്റെ മണമടിക്കുമ്പോൾ തന്നെ നാവിൽ കൊതിയൂറും. ലോകത്തിലെ ഏറ്റവും വലിയ പഴം എന്നറിയപ്പെടുന്ന ചക്ക പോഷകങ്ങളിലും വളരെ മുൻപിലാണ്. ചക്കയുടെ എല്ലാ ഭാഗവും ഭക്ഷ്യയോഗ്യമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ നമുക്കറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. ചക്കപ്പഴം കഴിച്ചാൽ ഫിറ്റ് ആകുമോ? എന്നാൽ കേട്ടോ, സംഭവം സത്യമാണ്. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ വേണമെങ്കിൽ ചക്ക പണി തരുമെന്നും കൂടി പന്തളം KSRTC സ്റ്റാൻഡിൽ വെള്ളിയാഴ്ച രാവിലെ നടന്ന സംഭവം തെളിയിച്ചു. കഴിഞ്ഞ ദിവസം വരിക്കച്ചക്കപ്പഴം കഴിച്ചവരെയെല്ലാം ബ്രത്ത് അനലൈസർ പിടിച്ചു. എങ്ങനെയാണെന്നല്ലേ? വീട്ടിൽ നല്ല തേൻ വരിക്കച്ചക്ക മുറിച്ചപ്പോൾ അതിലൊരു പങ്ക് മറ്റു ജീവനക്കാർക്ക് കൂടി കൊടുക്കാമെന്ന് കരുതിയാണ് രാവിലെ ഡ്യൂട്ടിക്കെത്തിയ കൊട്ടാരക്കര സ്വദേശിയായ ഡ്രൈവർ ചുളയുമായി എത്തിയത്. നല്ല മണവും രുചിയും ഉള്ളതായിരുന്നു ചക്കപ്പഴം. വെറും വയറ്റിലാണെന്ന് ആലോചിക്കാതെ ഡ്യൂട്ടിക്ക് പോകും മുൻപ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള 3 ജീവനക്കാർ 4-5 ചുള അകത്താക്കി. ഡിപ്പോയിലെ രാവിലത്തെ പതിവ് പരിപാടിയായ ഊതിക്കൽ തുടങ്ങിയപ്പോഴാണ് ചക്കയുടെ തനി സ്വഭാവം മനസ്സിലായത്. ബ്രത്ത് അനലൈസർ 0-ൽ നിന്ന് കുതിച്ചുയർന്ന് 10-ലെത്തി. ചക്കപ്പഴം കഴിച്ച KSRTC പന്തളം ഡിപ്പോയിലെ 3 ജീവനക്കാർ ബ്രത്ത് അനലൈസർ പരിശോധനയിൽ കുടുങ്ങി. താൻ മദ്യപിച്ചില്ലെന്നും വേണമെങ്കിൽ രക്തപരിശോധന നടത്താമെന്നും അധികൃതരോട് ഡ്രൈവർ പറഞ്ഞു. ഒടുവിൽ സാമ്പിൾ പരിശോധന നടത്താമെന്നായി ജീവനക്കാർ. ഊതിക്കാൻ നിയോഗിച്ച ആൾ തന്നെ ആദ്യം ഊതിയപ്പോൾ 0. ചക്കച്ചുള കഴിച്ചു കഴിഞ്ഞ് ഊതിയപ്പോൾ തെളിഞ്ഞത് അദ്ദേഹം മദ്യപിച്ചെന്ന് തെളിയിക്കുന്ന സംഖ്യ. ആദ്യ ഫലം 0-ലുള്ള പലരും ചുള കഴിച്ച ശേഷം നോക്കിയപ്പോൾ വില്ലൻ ചക്ക തന്നെയെന്ന് അധികൃതരും ഉറപ്പിച്ചു. ഇതോടെ ഡിപ്പോയിൽ ചക്കപ്പഴത്തിന് വിലക്കേർപ്പെടുത്തി. നല്ല മധുരമുള്ള പഴങ്ങൾ പഴക്കം മൂലം പുളിച്ചാൽ അതിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്താൻ കഴിയും. പുളിക്കാൻ സഹായിക്കുന്ന ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് എന്നീ ഘടകങ്ങൾ ചക്കപ്പഴത്തിലുണ്ട്. എന്നാൽ ചക്കപ്പഴം ആ അവസ്ഥയിൽ കഴിക്കാൻ പോലും പ്രയാസമായിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്.